നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോർത്ത് ഇന്ത്യൻ ഡിഷായ പനീർ പാലക്ക് ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് ആയ ഒരു ഡിഷാണ്. ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ജീര റൈസിൻ്റെ കൂടെയോ ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങയില വെച്ച് ഈ പനീർ പാലക്കിൻ്റെ അതേ സ്റ്റൈലിൽ ഉണ്ടാക്കിയാലോ? അതിനായി കുറച്ച് മുരിങ്ങയില പറിച്ചു ഞാൻ അത് നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുത്തു. 2-3 പച്ചമുളകും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. മുരിങ്ങയിലയൊക്കെ അരച്ചത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ഫ്രൈങ് പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്ത് നമുക്ക് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പനീറിൻ്റെ പുറം ഭാഗം ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരെ റോസ്റ്റ് ചെയ്താൽ മതി. കൂടുതൽ നേരം ഫ്രൈ ചെയ്താൽ അത് ഹാർഡായി പോവും. ഇപ്പോൾ നമ്മുടെ പനീറൊക്കെ ഒരുവിധം ഫ്രൈ ആയി. ഇനി ആ പനീറിനെ ഒരു സൈഡിലേക്കാക്കി കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് മസാലപ്പൊടിയാണ്. അത് വീട്ടിലുള്ള ഏത് മസാല വേണമെങ്കിൽ ചേർക്കാം. പനീർ മസാല വാങ്ങാൻ കിട്ടും, അത് വേണമെങ്കിൽ ഇടാം. പിന്നെ വീട്ടിലെ ഗരം മസാല ഇട്ടാലും മതി. പിന്നെ കുറച്ച് ജീര പൗഡർ, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത് എല്ലാം ചേർത്ത് ഒന്ന് നന്നായി പച്ചമണം മാറുന്ന വരെ റോസ്റ്റ് ചെയ്യുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ പനീറും മസാലയും എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ച മുരിങ്ങയിലയും മല്ലിയിലയും പച്ചമുളകും കൂടെ അരച്ചു വെച്ചത് ഒരു അരിപ്പയിൽ ഒഴിച്ച് അരിച്ചിട്ട് നമുക്ക് നമ്മുടെ പനീർ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലക്കാവുമ്പോൾ അത്ര അരിക്കേണ്ട ആവശ്യമില്ല, വളരെ സോഫ്റ്റായിട്ടുള്ള ഇലയായതുകൊണ്ട്. ഇത് മുരിങ്ങയില ആയതുകൊണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ തണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴും അരിച്ച് ചേർക്കുന്നതാണ് നല്ലത്. അങ്ങനെ മുരിങ്ങയില അരച്ചതൊക്കെ നമ്മൾ ചേർത്തു. ഇനി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായി തിളപ്പിക്കണം. മുരിങ്ങയിലയിൽ ഒരുപാട് വിറ്റാമിനും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ മുരിങ്ങയിലയുടെ കുറേ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ട്, മുരിങ്ങപ്പൂവിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പറയേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വറ്റി പാകമായി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഫ്രഷ് ക്രീമാണ്. വീണ്ടും ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇനി അധികം ഒന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മുരിങ്ങയില പനീർ കറി റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കസൂരി മേത്തി ഒന്ന് കൈവച്ച് പൊടിച്ച് ഇട്ട് കൊടുത്താൽ നല്ല മണമായിരിക്കും. ഡെക്കറേഷന് വേണ്ടി കുറച്ചും കൂടി ഫ്രഷ് ക്രീം നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെയോ നാനിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. പാലക് പനീറിൻ്റെ അതേ ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് ഈ നമ്മുടെ മുരിങ്ങയില പനീർ കറി. താങ്ക് യു.